ദേവുവിന് അവനോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ഡാ. അവൻ അവളിൽ നിന്ന് അടർന്നു മാറി നെഞ്ചിൽ ഇട്ടോരിടി കൊടുത്തു. നിരഞ്ജൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ദേവു. അവൾ പുഞ്ചിരിച്ചു. വരുൺ അവനെ നോക്കി ചോദിച്ചു, നന്ദൻ എന്തിയേടാ? ഏ, നന്ദനല്ലേ ഡാഡിയുടെ കൂടെ സിംഗപ്പൂർ പോയി എന്ന് പറഞ്ഞേ? ദേവു വരുണിനെ കൂർപ്പിച്ചു നോക്കി. വരുൺ പതിവ് പോലെ ഇളിച്ചു. അപ്പോഴാണ് കയ്യിൽ ഒരു ബലൂണും പിടിച്ച് നന്ദൻ അവിടേക്ക് വന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയേഴ്സ്. ദേവു ഒന്ന് തറപ്പിച്ചു നോക്കി. നിനക്കൊരു സർപ്രൈസ് എന്നേ കരുതിയുള്ളൂ. എന്തേ, പേടിച്ചോ? ദേവൻ ചോദിച്ചു. പേടിച്ചോന്നോ? ദേ, സാറ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ വരാനാ ഇത്രയും ദൂരം? ദേവൻ നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കി. നിരഞ്ജൻ പുഞ്ചിരിച്ചു. ദേവനും. വായോ, കേക്ക് കട്ട് ചെയ്യാം. ദേവൻ വിളിച്ചത് കേട്ട് ദേവു ചോദിച്ചു. അത് ശരി, കേക്കും ഉണ്ടോ? ദേവു ചോദിച്ചത് കേട്ട് ശ്രീ പുഞ്ചിരിച്ചു. അവർ സന്തോഷത്തോടെ അകത്തേക്ക് കയറി. വരുണും നന്ദനും നിരഞ്ജനും ദേവുവും. ദേവുവിൻ്റെ ഫേവറേറ്റ് കളർ പീച്ചായിരുന്നു. പീച്ച് കളർ കോംബോയിലുള്ള കേക്കായിരുന്നു. അവൾ വേഗം ഫോണെടുത്ത് കേക്കിൻ്റെ ഫോട്ടോ എടുത്തു. പിന്നെ അതിനോട് ചേർന്ന് നിന്ന് 2 സെൽഫിയും. നിരഞ്ജൻ നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനാ? നിരഞ്ജൻ ചിരിച്ചു. ദേവുവും ശ്രീയും കൈ പിടിച്ചു നിന്ന് കേക്ക് കട്ട് ചെയ്തു. ദേവു ഒരു കഷ്ണമെടുത്ത് ദേവന്റെ വായിലേക്ക് വച്ച് നീട്ടി. അവൻ അത് കഴിക്കാൻ വന്നപ്പോഴേക്ക് അവൾ അത് കഴിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. വരുൺ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദേവൻ ഒരു കഷ്ണം കേക്ക് എടുത്ത് അവളുടെ വായിലേക്ക് വച്ചു കൊടുത്തു. ദേവു അവൻ പറ്റിക്കുമോ എന്ന് പേടിച്ചാണ് വാ തുറന്നത്. പക്ഷെ അവനത് അവൾക്കായി നീട്ടിയതായിരുന്നു. താങ്ക് യു ശ്രീ ഫോർ ദിസ് സർപ്രൈസ്. ദേവു പറഞ്ഞത് കേട്ട് ശ്രീയുടെ മുഖം വാടി. ദേവു ഒരു പീസ് കേക്ക് എടുത്ത് നിരഞ്ജന്റെ കയ്യിൽ കൊടുത്തു. നിരഞ്ജൻ ചെറുപുഞ്ചിരിയോടെ കേക്ക് കയ്യിൽ വാങ്ങി. ദേവു ബാക്കി കേക്ക് വരുണിനും നന്ദനും മുറിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. നിരഞ്ജൻ പതിയെ കേക്ക് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഒതുങ്ങി നിന്നു. ശ്രീ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു. സർ, താങ്ക്സ്. സാറിൻ്റെ അടുത്തു നിന്നും ഞാൻ ഇങ്ങനെയൊരു ഹെൽപ്പ് പ്രതീക്ഷിച്ചില്ല. നിരഞ്ജൻ ചെറുപുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ കൈവച്ചു. ദേവനെ ഞാൻ എൻ്റെ അനിയൻ്റെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സഹായിച്ചതാണെന്ന് കരുതിക്കോളൂ. ദേവൻ ചിരിച്ചു. സർ, കേക്ക് കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചു. എനിവേ, ഹാപ്പി ബർത്ത്ഡേ. ദേവനും പുഞ്ചിരിച്ചു. ദേവു അവരെ കണ്ട് അടുത്തേക്ക് ചെന്നു. ദേവു, നാളെ ലീവാണോ? വരില്ലേ? നിരഞ്ജൻ ചോദിച്ചത് കേട്ട് ദേവൻ തൊഴു കൈയോടെ പറഞ്ഞു. അയ്യോ വേണ്ടായേ, ഇന്നത്തെ ഈ സർപ്രൈസിനുള്ളത് കൂടെ ചേർത്ത് എനിക്ക് വാങ്ങിച്ചു കൂട്ടാൻ വയ്യ. നിരഞ്ജൻ അവൻ്റെ പറച്ചിൽ കേട്ട് ചിരിച്ചു. ദേവു ശ്രീയുടെ വയറ്റിലിട്ടിടിച്ചു. ശരി ഗൈസ്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെങ്ങനെയാ പോകുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് ശ്രീ പറഞ്ഞു. കുഴപ്പമില്ല സർ, എൻ്റെ വണ്ടിയുണ്ട്. അപ്പോഴാണ് ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അവൾ നോക്കിയിട്ട് പറഞ്ഞു, കാവ്യയാ. ദേവ് കോളും എടുത്ത് അവിടെ നിന്ന് മാറി നിന്നു. പിന്നെ ദേവാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. താൻ എന്നെ ഇങ്ങനെ സാർ എന്നൊന്നും വിളിക്കണ്ട. ഒന്നുകിൽ പേര് വിളിക്കണം, അല്ലെങ്കിൽ ഏട്ടനെന്ന്. നിരഞ്ജൻ ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിൽ കൂട്ടുചേരാതിരിക്കാൻ ദേവന് കഴിഞ്ഞില്ല. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുക. ദേവുവിനോട് പറഞ്ഞേക്ക്. പിന്നെ കാര്യങ്ങളൊന്നും ദേവു അറിയണ്ട കേട്ടോ. ദേവൻ തലയാട്ടി. നിരഞ്ജൻ അവനോട് പറഞ്ഞിട്ടിറങ്ങി. അവൻ പോകുന്നത് നോക്കി നിന്ന് ദേവൻ പുഞ്ചിരിച്ചു. അപ്പോഴാണ് ദേവു കോൾ കട്ട് ചെയ്തിട്ട് വന്നത്. അയ്യോ, നിരഞ്ജൻ പോയോ? അവൾ ദേവനോട് ചോദിച്ചു. നിരഞ്ജനോ? നിന്നേക്കാളും എത്ര വയസ്സിന് മൂത്തതാടി അങ്ങേര്? അയിന്? ദേവു ഒരു ലോഡ് പുച്ഛം വാരി വിതറി. വാ, നമുക്ക് പോകാം, ദേവൻ അവളോട് പറഞ്ഞു. നന്ദനോടും വരുണിനോടും പറഞ്ഞിട്ട് അവർ 2 പേരും ഇറങ്ങി. ദേവന്റെ ബുള്ളറ്റിലാണ് അവർ പോയത്. തിരികെ പോകുന്ന വഴി ദേവു പറഞ്ഞു, ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചു എന്ന് നിനക്കറിയോ? അതിപ്പോൾ നിരഞ്ജൻ ഇല്ലായിരുന്നെങ്കിൽ ബർത്ത്ഡേ ഡെഡ് ഡേ ആവുമായിരുന്നു. ദേവൻ ബുള്ളറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ? നിരഞ്ജൻ എന്ത് ചെയ്തു എന്നാ?
ദേവു മനസ്സിലാകാതെ ചോദിച്ചു. അത് പിന്നെ അയാളില്ലായിരുന്നെങ്കിൽ നീ എന്നെ കൊല്ലില്ലായിരുന്നോ? ദേവൻ പെട്ടെന്ന് വായിൽ വന്നൊരു നുണ പറഞ്ഞു. പിന്നീടവർ അധികമൊന്നും സംസാരിച്ചില്ല. നിരഞ്ജൻ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ്. അപ്പോൾ അവന് തോന്നി അച്ചുവിനെ ഒന്ന് വിളിച്ചേക്കാമെന്ന്. നിരഞ്ജൻ വേഗം കോൾ ചെയ്തു. തറവാട്ടിൽ അച്ചു നല്ല ഉറക്കമായിരുന്നു. പാതിരാത്രി എപ്പോഴോ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ കൈയെത്തി ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. കണ്ണു തുറക്കാനോ ഉറക്കം വിട്ടൊഴിയാനോ അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഹലോ, അച്ചു ഉറക്കച്ചവടിൽ പറഞ്ഞു. ഹലോ മച്ചു. നിരഞ്ജന്റെ കൊലവിളി കാതിൽ കേട്ടതും അച്ചുവിന്റെ ഉറക്കമൊക്കെ പമ്പ കടന്നു. എന്താടാ, രാത്രി വിളിച്ച് മനുഷ്യനെ പീഡിപ്പിക്കുവാണോ? അവൻ ചൂടായി. അത് കേട്ട് രേഷു ഉണർന്നു. എന്താ അച്ചുവേട്ടാ? ഒന്നുമില്ല രേഷു, നീ ഉറങ്ങിക്കോ. രേഷുവിനോട് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവിടെ കിടന്നലറി ആ കൊച്ചിനെ പീഡിപ്പിക്കാതെ പുറത്തേക്കിറങ്ങടാ, നിരഞ്ജൻ പറഞ്ഞു. എന്താടാ പന്നി, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അച്ചു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് ചോദിച്ചു. ഇല്ലടാ, ഉറക്കമൊക്കെ അവൾ കൊണ്ടുപോയി, നിരഞ്ജൻ ലേശം നാണത്തോടെ പറഞ്ഞു. ആര്? അച്ചു കണ്ണും തിരുമ്മി ചോദിച്ചു. ദേവു, നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അവൻ ചോദിച്ചു. ഇത് പറയാനാണോടാ പുല്ലേ നീ ഈ രാത്രി വിളിച്ചത്? ഹ, അല്ലടാ, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ. ബർത്ത്ഡേക്ക് സർപ്രൈസും കൊടുത്ത് ശ്രീദേവിനെ വലയിലുമാക്കി. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അച്ചു അന്തം വിട്ടു. ഭഗവാനെ, ഇനി പൊട്ടന് പ്രേമം കയറി വട്ടായോ? അച്ചു മനസ്സിലാലോചിച്ച് പറഞ്ഞു. ആക്ച്വലി നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. ഫ്ലാഷ് ബാക്ക്. ദേവു പോയതിനു ശേഷം ശ്രീ ബോറടിച്ചിരിക്കുകയായിരുന്നു. എങ്കിലൊരു മൂവി കാണാമെന്ന് വിചാരിച്ച് അവൻ ഫോണെടുത്ത് മുറിയിൽ പോയി കിടന്നു. ഒരു സിനിമയൊക്കെ കണ്ട് ചോറും കഴിച്ച് ഒന്നുറങ്ങാമെന്ന് കരുതി വന്ന് അവൻ ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൻ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൻ എഴുന്നേറ്റത്. കറുത്ത മാസ്ക് ഇട്ട 3 പേരുണ്ടായിരുന്നു. അവരെ കണ്ട് ശ്രീ ചോദിച്ചു. നിങ്ങളൊക്കെ ആരാ? എന്തിനാ അകത്ത് കയറിയത്? അവൻ ചോദിച്ചു തീരും മുൻപേ അതിലൊരുവൻ അവനെ പിടിച്ച് തള്ളി. പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ വീണ ശ്രീ വേഗം എഴുന്നേറ്റ് തള്ളിയവനെ അടിച്ചു. അവൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. അവൻ ചെന്ന് വീണത് ടേബിളിന് പുറത്താണ്. ടേബിളിൽ വെച്ചിരുന്ന കാപ്പി നിലത്തേക്ക് വീണു. ശ്രീ ബാക്കിയുള്ളവരെയും അടിച്ചു. പക്ഷെ മുറിയിൽ ഇരുന്ന സ്റ്റാൻഡിന്റെ പൊട്ടിയ ഭാഗം കൊണ്ട് ഒരാൾ അവന്റെ തലയിലേക്ക് അടിച്ചു. പെട്ടെന്നൊന്ന് പതറിപ്പോയ ശ്രീയെ വേഗം അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ശ്രീ പരമാവധി വിട്ടുമാറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. എടാ, എന്നിട്ട് ദേവനെന്തിയേ? അവന് വല്ല കുഴപ്പമുണ്ടോ? നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അച്ചു ടെൻഷനോടെ ചോദിച്ചു. നിന്നോട് ദേവകി ആന്റി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ആന്റിയെ നീ വിളിച്ചിരുന്നോ? നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അച്ചു പറഞ്ഞത് കേട്ട് നിരഞ്ജൻ ബാക്കി പറഞ്ഞു. ഫ്ലാറ്റിന് പുറത്തെ കോറിഡോറിൽ വെച്ച് വരുൺ നിരഞ്ജനോട് പതിയെ പറഞ്ഞു. സർ, ഇത് ഞങ്ങൾ വിചാരിച്ച പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഞങ്ങൾ 3 പേരും കൂടെ ഒരു ട്രിപ്പ് പോയിരുന്നു, ഊട്ടിക്ക്. അവിടെ വെച്ച് ഈ ഊട്ടിയൊക്കെ എന്ത് തണുപ്പാ അല്ലേടാ? വരുൺ കമ്പിളി ഒന്നുകൂടി പൊതിഞ്ഞു നടന്നു. ഏതോ ചെറിയ വനപ്രദേശമായിരുന്നു. അപ്പോഴാണ് കുറച്ചു മാറി ഒരു കമ്പിളി ധരിച്ചൊരാൾ കാടിനകത്തേക്ക് കയറിപ്പോകുന്നത് അവർ കണ്ടത്. ശ്രീ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവർക്കെന്തോ സംശയം തോന്നി. ഡാ ദേവാ, അയാൾ എന്തിനാടാ ആരും പോകാത്ത ആ സ്ഥലത്തേക്ക് പോണത്? നന്ദൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ദേവൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നന്ദൻ കൂടെ നടന്നെങ്കിലും വരുൺ പേടിയോടെ ചോദിച്ചു. അളിയാ, വേണോ? പുലിവാലാകുമെന്ന് തോന്നണ്. ഹ, നമുക്ക് നോക്കാം, നീ വാടാ. പേടിച്ചിട്ടാണെങ്കിലും വരുണും അവർക്കൊപ്പം നടന്നു. കുറച്ചുള്ളിലേക്ക് നടന്നപ്പോഴാണ് കണ്ടത് അതിനകത്തായി ചെറിയൊരു ഷെഡുണ്ട്. നേരത്തെ കയറിപ്പോയാൽ അതിനുള്ളിൽ നിന്നും ആരോടോ സംസാരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ശ്രീയും വരുണും നന്ദനും പതുങ്ങി നടന്നു. അവർ പതുക്കെ ഷെഡിന്റെ ഒരു സൈഡിൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി. അതിനുള്ളിൽ ചാക്ക് കണക്കിന് എന്തൊക്കെയോ സാധനങ്ങൾ. ഒരു പെട്ടിയിൽ വച്ചിരുന്ന ഉണങ്ങിയ ഇല കണ്ട് നന്ദൻ പറഞ്ഞു. ഡാ,
ആ ഇല, അത് കഞ്ചാവാടാ. ദേവൻ നോക്കി. ആ ഷെഡ് നിറയെ കഞ്ചാവിന്റെ ഇലകളാണ്. ഹോ, കള്ളക്കടത്താണല്ലേ. നന്ദ, പോലീസിനെ വിളിക്കടാ. ദേവൻ പറഞ്ഞത് കേട്ട് നന്ദൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു. ഡാഡി മമ്മി വീട്ടിലില്ല. പാട്ട് കേട്ട് നന്ദനും ശ്രീയും നോക്കി. വരുണിന്റെ ഫോണാണ്. വരുൺ നോക്കിയിട്ട് പറഞ്ഞു, അമ്മയാ. ആ ശബ്ദം കേട്ട് ഷെഡിന് മുന്നിൽ സംസാരിച്ച് നിന്നവർ നോക്കി. 3 പേരെയും കണ്ട് അവന്മാർ ഉറക്കെ പറഞ്ഞു, ഹേയ്, പിടിയടാ അവങ്ങളെ. ഓടിക്കോടാ എന്നും പറഞ്ഞു വരുൺ ഓടി. പക്ഷെ പലയിടത്തു നിന്നും വരുന്ന ഗുണ്ടകളെ കണ്ടിട്ടും ശ്രീ അനങ്ങിയില്ല. അവനെ നോക്കി നന്ദനും. അവന്മാർ ഓടുന്നില്ല എന്ന് കണ്ട് വരുണും ഓട്ടം നിർത്തി. ഭയത്തോടെ നോക്കി. ശ്രീക്ക് നേരെ പാഞ്ഞെടുത്ത ഒന്നാമനെ ചുരുട്ടിപ്പിടിച്ച കൈ പിറകിലേക്ക് തിരിച്ച് അവന്റെ നട്ടെല്ല് വളച്ച് ഒരിടി കൊടുത്തു. പിന്നെ നന്ദനും കേറി അങ്ങ് അടിച്ചു. ഒടുക്കം എല്ലാവന്മാരും വീണ് കഴിഞ്ഞപ്പോൾ ശ്രീ നടന്ന് കമ്പിളി പുതച്ചിരുന്ന തമിഴനോട് പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയ രീതിയിൽ കഞ്ചാവ് കച്ചവടം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പോലീസും നിങ്ങൾക്ക് കൂട്ടായിരിക്കും. ആണ് എന്ന അർത്ഥത്തിൽ തമിഴൻ അവനെ പുച്ഛത്തിൽ നോക്കി. ഓക്കെ, ബട്ട് ഇനി ഇതിവിടെ വേണ്ട. അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ശ്രീ ലൈറ്റർ കത്തിച്ചെറിഞ്ഞു. നല്ല ഉണങ്ങിയ ഇലകൾ കത്തിയമർന്നു. ബാക്കിക്കുള്ളതിന് നന്ദൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങി. അവർ ഉറക്കെ ദേഷ്യത്തോടെ അതിന് ചുറ്റും നടന്നെങ്കിലും മുഴുവൻ കത്തിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന ആൾ ദേവന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, നീ കുറിച്ചു വച്ചോ, ഇതിനുള്ളത് നീ അനുഭവിക്കും. ദേവൻ അവന്റെ കവാലം നോക്കി ഒന്ന് പൊട്ടിച്ചു. മലയാളിയായിട്ടാണോടാ പുല്ലേ തമിഴ്നാട്ടിൽ വന്ന് ഈ വേല ചെയ്യുന്നത്? ദേവൻ തിരിഞ്ഞു നടന്നു. കൂടെ വരുണും നന്ദനും. വരുൺ നിരഞ്ജനോട് പറഞ്ഞു, സർ, എനിക്ക് അവന്മാരാണോ എന്നാ സംശയം. അതിലൊരുവൻ നന്നായിട്ട് മലയാളം പറയുമായിരുന്നു. നിരഞ്ജൻ ഒന്ന് അമർത്തി മൂളി. അവന്റെ പിറകിൽ നിന്നിരുന്ന റോഷൻ അവന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. ദേവനെ അവർ തട്ടിക്കൊണ്ടുപോയതാണോ? അച്ചു വീണ്ടും ചോദിച്ചു. എടേ, നീ ഒരുമാതിരി തോക്കിൽ കയറി വെടിവെക്കല്ലേ. ശരി, നീ പറ. അപ്പോഴാ ദേവുവിൻ്റെ അമ്മ വിളിച്ചത്. ആ പെണ്ണാണെങ്കിൽ ഒരേ കരച്ചിലും. പിന്നെ ഞാൻ ഫോൺ വാങ്ങി പെട്ടെന്ന് വായിൽ വന്നൊരു നുണയങ്ങ് പറഞ്ഞു. ദേവൻ ദേവുവിനെ പറ്റിക്കാൻ മാറി നിൽക്കുവാണ്, ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ പോയത് റോഷന്റെ ഓഫീസിലേക്കാ. അവിടെ നിന്ന് ഞാൻ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തു. ഏതൊക്കെ വഴി ആ വണ്ടി കടന്നു പോയിട്ടുണ്ടെന്ന് നോക്കി. ഓൾഡ് ഹൈദരാബാദിലെ ഒരു ടവറായിരുന്നു ആ വണ്ടി ലാസ്റ്റ് കണ്ട ക്യാമറ. അത് വെച്ച് തപ്പി. അപ്പം അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടെന്നറിഞ്ഞു. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. പക്ഷെ ഞാൻ എങ്ങനെ പോയാലും അവിടെ എത്താൻ 2 മണിക്കൂറെങ്കിലും പിടിക്കും. അതുകൊണ്ട് ലോക്കൽ സ്റ്റേഷനിൽ റോഷൻ ഇൻഫോം ചെയ്തു. അവരവിടെ എത്തി ദേവനെ രക്ഷിച്ചു. അപ്പോഴാണ് അവിടെ എൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് ഓർത്തത്. പിന്നെ പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേക്കും ഡെക്കറേഷൻസും ലൈറ്റും ഒക്കെ അറേഞ്ച് ചെയ്തു. അപ്പോടാ ദേവന്റെ പിണക്കമൊക്കെ മാറിയില്ലേ? പിന്നില്ലാതെ, നിരഞ്ജൻ പുഞ്ചിരിച്ചു. എങ്കിൽ ശരി, ഗുഡ് മോർണിംഗ്. നിരഞ്ജൻ ഫോൺ കട്ട് ചെയ്തു. ഇല്ലാത്ത തെറി വരെ അവനെ വിളിച്ചിട്ട് അച്ചുവും പോയി കിടന്നു. നിരഞ്ജൻ ദേവുവിൻ്റെ ഫോട്ടോ എടുത്തു. ആദ്യം എയർപോർട്ടിൽ വെച്ച് കുറിപ്പ് അയച്ചു കൊടുത്തതാണ്. അവൻ കാർ ഒതുക്കി പാർക്ക് ചെയ്തു. എന്നിട്ട് കുറേ നേരം ആ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കെ അധികരിക്കുന്ന ഭംഗിയാണ് അവൾക്ക് എന്ന് അവന് തോന്നി. ദേവു എഴുന്നേറ്റപ്പോൾ താമസിച്ചിരുന്നു. എന്നാൽ ശ്രീ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ദേവു കുളിച്ചിട്ട് ചെന്ന് കഴിക്കാനിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂഡിൽസ് ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ദേവൻ കഴിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു, ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ നേരത്തെ വരല്ലേ? നിനക്കുള്ള ഡ്രസ്സ് ഞാനെടുത്ത് വച്ചേക്കാം. ദേവു ഒന്ന് മൂളിയിട്ട് വീണ്ടും കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദേവൻ അവളെ നോക്കി വീണ്ടും പറഞ്ഞു, നീ വരുമ്പോൾ കാവ്യയെ വിളിക്കണം, പിന്നെ നിരഞ്ജനെയും. അവളൊന്ന് മൂളി. പെട്ടെന്ന് തലപൊക്കി അവനെ നോക്കി. ആരെ വിളിക്കണമെന്ന് ദേവു ചോദിച്ചതായിട്ട് അവൻ പറഞ്ഞു. നിരഞ്ജനെ. ദേവൻ സാധാരണ കാര്യം പോലെ പറഞ്ഞു. ദൈവമേ, ഇതൊക്കെ എപ്പോ? ദേവു ആകാശത്തേക്ക് നോക്കി ആത്മഗതിച്ചു.
കഴിച്ചു കഴിഞ്ഞ് ദേവനോട് യാത്രയും പറഞ്ഞ് ദേവു ഇറങ്ങി. ദേവു ഓഫീസിലെത്തുമ്പോൾ കാവ്യ വന്നിട്ടുണ്ടായിരുന്നില്ല. ദേവു അണിഞ്ഞിരുന്നത് ഓറഞ്ച് കളറിലെ ചുരിദാറായിരുന്നു. അവൾ പുറത്തുനിന്ന് വാങ്ങിയ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തു. നിരഞ്ജനും നിതാരയും വരുന്നത് കണ്ട് ദേവു അവരുടെ അടുത്തേക്ക് ചെന്നു. നിരഞ്ജൻ അവരെ കണ്ട് അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങി കഴിച്ചിട്ട് അവളെ വിഷ് ചെയ്തിട്ടാണ് ക്യാബിനിലേക്ക് പോയത്. എന്നാൽ നിതാര അവളെ ഒന്നും ശ്രദ്ധിക്കാതെ നേരെ പോയി അവളുടെ ചെയറിലിരുന്നു. ദേവു അവൾക്ക് പിന്നാലെ അങ്ങോട്ട് വന്നു. അനുവാദം ചോദിക്കാൻ അവൾ നിന്നില്ല. പതിയെ അകത്ത് കയറി. എന്നിട്ട് പേടിച്ചാണ് സ്വീറ്റ് ബോക്സ് അവൾക്ക് നേരെ നീട്ടിയത്. വാട്ട് ഈസ് ദിസ്? മാം, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. നിതാര ഒന്ന് പുഞ്ചിരിച്ചു, നോവ് കലർന്ന പുഞ്ചിരി. എന്നിട്ട് ബോക്സിൽ നിന്നും ഒരു സ്വീറ്റ് എടുത്ത് കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ദേവുവിന് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. അവൾ പുഞ്ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു ഫയൽ ക്രോസ് ചെക്ക് ചെയ്യാൻ നിതാര ദേവുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ തലേ ദിവസത്തെ ഉറക്കക്ഷീണം അവളെ ചതിച്ചു. ദേവു അറിയാതെ ഉറങ്ങിപ്പോയി. ഡോ? നിതാരയുടെ വിളി കേട്ടവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. സോറി മാം. താനെന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? നിതാര ചോദിച്ചത് കേട്ട് അവൾ പറഞ്ഞു. ഇന്നലെ രാത്രി ശ്രീയുടെ സർപ്രൈസ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ സമയം 3 നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, അതാ. സോറി. നിതാര പുഞ്ചിരിച്ചു. ആരാ ശ്രീ? ശ്രീ എൻ്റെ ബ്രദറാണ്. ഫുൾ നെയിം ശ്രീദേവ്. എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി തരാനോ ഒന്ന് വിഷ് ചെയ്യാനോ ആരുമില്ല. അത് വെച്ച് നോക്കിയാ താൻ ലക്കിയല്ലേ? ശിഖന്യ ഒന്നും പറഞ്ഞില്ല. അവൾ കാണുകയായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിതാരയുടെ മുഖം. ഷാൽ വി ഗോ ഫോർ എ റൈഡ്? പെട്ടെന്നുള്ള നിതാരയുടെ ചോദ്യം കേട്ട് ദേവു അമ്പരന്നു. പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു. ഷുവർ. സാറിനോട് ചോദിക്കണ്ടേ? ദേവുവിൻ്റെ ചോദ്യം കേട്ട് അവൾ ചോദിച്ചു. തനിക്കെന്താ എൻ്റെ കൂടെ വരുന്നതിൽ പേടിയുണ്ടോ? അതില്ല. ആണോ? എങ്കി വാ. അവർ ഒരുമിച്ച് പുറത്തേക്കിറങ്ങി. നിതാരയ്ക്കൊപ്പം പുറത്തേക്ക് പോകുന്ന ദേവുവിനെ കണ്ട് കാവ്യ എവിടെ പോകുന്നു എന്ന് ആംഗ്യം കാണിച്ചു ചോദിച്ചു. വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അവൾ കണ്ണ് ചിമ്മി കാണിച്ചു. നിതാരയുടെ കാർ പാർക്കിങ്ങിൽ നിന്ന് സെക്യൂരിറ്റി മെയിൻ ഗേറ്റിൽ കൊണ്ടിട്ടു. നിതാര ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ദേവുവിനോട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ ആംഗ്യം കാണിച്ചു. ദേവ് കയറിയതും കാർ സ്റ്റാർട്ട് ചെയ്തു പോയി. ശ്രേയയാണ് നിരഞ്ജന്റെ ക്യാബിനിൽ ചെന്ന് നിതാരയും ശിഖന്യയും പുറത്തുപോയ വിവരം അറിയിച്ചത്. അതറിഞ്ഞ് നിരഞ്ജൻ വേഗം നിതാരയുടെ ഫോണിൽ വിളിച്ചു. പക്ഷേ നോട്ട് റീച്ചബിൾ. അവൻ ദേവുവിൻ്റെ ഫോണിൽ വിളിച്ചു. അവൾ കോൾ കട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഹായ്, ഞാൻ ഓക്കെയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിതാര മാം എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നിരഞ്ജൻ അത് സീൻ ചെയ്തോ എന്ന് പോലും നോക്കാതെ അവൾ ഫോൺ ഓഫ് ചെയ്തു. നിതാര ഒരു അരമണിക്കൂർ ഡ്രൈവിന് ശേഷം കാർ കൊണ്ട് നിർത്തിയത് ഒരു ബീച്ചിലായിരുന്നു. വാ, ഇറങ്ങ്. ദേവുവിനോട് പറഞ്ഞിട്ട് നിതാര ഇറങ്ങി. ദേവുവും പിന്നാലെ ഇറങ്ങി. നിതാര നേരെ പോയി ഒരു ബെഞ്ചിലിരുന്നു. അവിടെ ഇരുന്ന് കടലിൻ്റെ ഭാവങ്ങളെ നോക്കിയിരുന്നു. ദേവുവും ഒപ്പം വന്നിരുന്നു. കടലിൽ നിന്ന് കണ്ണെടുക്കാതെ നിതാര പറഞ്ഞു. ശിഖന്യ, എനിക്ക് പലപ്പോഴും തന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്. ശിഖന്യ കാര്യം മനസ്സിലാക്കാതെ അവളെ നോക്കി. കടലിൻ്റെ തിരയിളക്കങ്ങളിൽ തന്നെ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. തനിക്ക് ചുറ്റും തന്നെ സ്നേഹിക്കാൻ എത്ര പേരാ, തന്നെ മനസ്സിലാക്കാൻ എത്ര പേരാ. എന്നോടൊന്ന് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ തിരക്കാനോ ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറയാനോ ആരുമില്ല. എൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടി പോയിട്ട് ഒന്ന് വിഷ് ചെയ്യാൻ പോലും ആരുമില്ല. മടുത്തു ഈ ലൈഫ്. സ്നേഹത്തോടെ എന്താണെന്ന് ചോദിക്കാൻ അമ്മയ്ക്കറിയില്ല. എൻ്റെ മോൾക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാൻ അച്ഛനും കൂടെയില്ല. ഏട്ടനാകെ വരുന്നത് വഴക്ക് പറയാൻ മാത്രം. ഒന്ന് ചേർത്ത് പിടിച്ച് സങ്കടം പറഞ്ഞു തീർക്കാൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് പോലും ഇല്ല ശിഖന്യ. നിതാരയുടെ കണ്ണ് നിറഞ്ഞു. ആ കൺകോണിൽ പൊടിഞ്ഞ നീർത്തുള്ളികൾ കണ്ട് ദേവു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മാം, ആർ യു ഓക്കെ മാം? ദേവു പതിയെ ചോദിച്ചു. ഞാൻ ഓക്കെയാണ് ശിഖന്യ, നിതാര പതിയെ പറഞ്ഞു. എടോ, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ?
തനിക്ക് പറ്റോ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്ഥാനം തരാൻ? നിത്താര ദേവുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. കണ്ണീര് കലർന്ന ആ ചോദ്യം കേട്ട് പിടിച്ചു നിൽക്കാനാവാതെ അവൾ നിത്താരയെ മുറുകെ പുണർന്നു. മാം പ്ലീസ് കരയല്ലേ. ശിഖന്യ പറയുന്നത് കേട്ട് അവളിൽ നിന്ന് അടർന്നു മാറി നിത്താര പതിയെ പറഞ്ഞു. തന്നെ അച്ഛനും അമ്മയുമൊക്കെ ശിഖന്യ എന്ന് തന്നെയാണോ വിളിക്കുന്നേ? അല്ല, ദേവൂന്നാണ്. എങ്കിൽ ഞാനും തന്നെ അങ്ങനെ വിളിക്കാം. എന്നെ ഇനി മാം എന്ന് വിളിക്കരുത്. ദേവു പുഞ്ചിരിച്ചു. നിതാരയും ആ പുഞ്ചിരിയിൽ പങ്കുചേർന്നു. അവർ പിന്നെയും വളരെ നേരം സംസാരിച്ചു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും ദേഷ്യങ്ങളുമൊക്കെ അലിഞ്ഞുപോയി. ദേവുവിൻ്റെ കൂട്ട് ശരിക്കും നിത്താരയ്ക്കൊരാശ്വാസമായിരുന്നു. ദേവു അവളെ സ്നേഹത്തോടെ താരു എന്നാണ് വിളിച്ചത്. അതല്ലെങ്കിലും ആരും വിളിക്കാത്ത പേര് ഒരാൾ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. നന്ദാവനം വീട്. ആ വീട്ടിലെ മുകൾ നിലയിലെ മുറിയിലേക്ക് ജിതിൻ കയറിപ്പോയി. നന്ദൻ്റെ മുറിയാണത്. നന്ദൻ അകത്തിരുന്ന് ഫയൽസ് ചെക്ക് ചെയ്യുകയാണ്. ജിതിൻ വാതിലിൽ മുട്ടി. നന്ദൻ വന്ന് വാതിൽ തുറന്നു. എന്താ ജിതിൻ? നന്ദൻ ചോദിക്കുന്നത് കേട്ട് കുറച്ച് വെപ്രാളത്തോടെ അവൻ പറഞ്ഞു. ബോസ്, നമ്മുടെ ഊട്ടിയിലുള്ള ചെട്ടിയാരുടെ ഷെഡിന് തീയിട്ട് ഒരുത്തനില്ലേ? അവനിവിടെ ഹൈദരാബാദിലുണ്ടെന്നറിഞ്ഞ് ചെട്ടിയാർ ഇന്നലെ അവനെ പൊക്കി. പക്ഷെ അവനെ കൊല്ലുന്നതിന് മുൻപ് പോലീസ് അവിടെ ചെന്നു. അന്വേഷിച്ചപ്പോൾ ആ പോലീസുകാരെ നിരഞ്ജൻ എന്നാണ് അറിഞ്ഞത്. നന്ദൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. ആ പയ്യനും അവനും തമ്മിൽ എന്താ ബന്ധമെന്ന് അന്വേഷിക്കേ. പിന്നെ നിത്താര ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ? ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസമായി ബോസ്. ശരി, അവൾക്ക് സാധനം എത്തിക്കാൻ നോക്ക്. നന്ദൻ വാതിലടച്ചു. ജിതിൻ പടവുകളിറങ്ങി താഴെ ചെന്നപ്പോൾ നന്ദൻ്റെ ഭാര്യ പ്രഭ അവിടെ അവനെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു. ജിതിൻ അവളെ ശ്രദ്ധിക്കാതെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. നിക്ക്, നിങ്ങൾക്കൊക്കെ എന്താ? മനുഷ്യർ തന്നെയല്ലേ നീയും നിന്റെ ബോസും? ഒരു പാവം പെൺകുട്ടിയെ കൊല്ലാക്കൊല്ല ചെയ്തിട്ട് വേണോ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ? അതിനു വേണ്ടി ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തേ? കള്ളും മയക്കുമരുന്നും അതിന് കൊടുത്തു കൊടുത്ത് കൊല്ലുവോ നിങ്ങളതിനെ? മാഡത്തിന് അതാരാന്നറിയോ? ചുവരിലെ വലിയ ഫോട്ടോയിലേക്ക് കൈ ചൂണ്ടി ജിതിൻ ചോദിച്ചു. ഈ വീട്ടിലെ മാലാഖയായിരുന്നു നന്ദന പണിക്കർ, എൻ്റെ ബോസിൻ്റെ കുഞ്ഞനിയത്തി. ഇവിടുത്തെ വെറും ഒരു ഡ്രൈവറുടെ മകനാ മാഡം ഞാൻ. എനിക്ക് ഈ കാണുന്ന കമ്പനിയിലെ ജോലിയും അതിനുവേണ്ട പഠിപ്പും തന്നത് ബോസും ബോസിൻ്റെ അച്ഛനും കൂടിയാ. കുഞ്ഞുനാൾ മുതൽക്കേ ഞാൻ കണ്ടിട്ടുണ്ട് ബോസിന് നന്ദൂട്ടിയോടുള്ള സ്നേഹം. 5 വയസ്സുള്ളപ്പോൾ അവളുടെ ഒരു കൈ ഒരു കാർ തട്ടി വീണ് ഒടിഞ്ഞു. അന്ന് അനിയത്തിയുടെ വേദന തനിക്കും വേണമെന്ന് വാശി പിടിച്ച് ആ ഏട്ടൻ മതിലിന് മുകളിൽ നിന്ന് ചാടി കൈ ഒടിച്ചിട്ടുണ്ട്. ആരും അവളെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുന്നത് പോലും ബോസിന് ഇഷ്ടമല്ല. ഒരു കുഞ്ഞുറുമ്പ് പോലും അവളെ കടിക്കാതെയാ ബോസ് അവളെ നോക്കിയത്. അങ്ങനെയുള്ള അവളെ ഇഞ്ചിഞ്ചായി കൊന്നതാണെന്നറിഞ്ഞാ അങ്ങനെയുള്ള അവസ്ഥ എന്തായിരിക്കും? അവളെ കൊന്ന പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവളൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നന്ദൂട്ടി ഇവിടെ ഈ തറവാട്ടിലുണ്ടാകുമായിരുന്നു. ജിതിൻ പടി കടന്നു പോയി. പ്രഭ എന്തു പറയണമെന്നറിയാതെ നിലത്തേക്ക് ഊർന്നിരുന്നു. നിത്താരയും കൂട്ടി ഓഫീസിൽ പോയപ്പോൾ വൈകുന്നേരമായിരുന്നു. ദേവ് തന്നെയാണ് നിരഞ്ജനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ദേവു ഫ്ലാറ്റിലേക്ക് പോകാനിറങ്ങി. താരു നേരത്തെ പോയിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശ്രീ വിളിച്ചത്. ഹലോ, എന്താടാ? നീ ഇറങ്ങിയോ? ആ, ഇറങ്ങാൻ പോണു. ആണോ? എങ്കിൽ നിരഞ്ജൻ സാറിനോട് 7 മണിയാകുമ്പോൾ ഹോട്ടൽ പ്ലാസയിലേക്ക് വരാൻ പറയോ? എന്തിനാടാ? നീ വരാൻ പറ, ചെറിയൊരു പാർട്ടി ഉണ്ട്. ആ, ഓക്കെ. ദേവ് കോൾ കട്ട് ചെയ്തിട്ട് നിരഞ്ജൻ്റെ ക്യാബിനിലേക്ക് കയറി. സർ, ഈവനിങ് പ്ലാസ ഹോട്ടൽ വെച്ച് പാർട്ടിയുണ്ട്. സാറിന് വരാൻ പറ്റുമോ? ഹോ, ഷുവർ. നിരഞ്ജൻ പുഞ്ചിരിച്ചു. തിരിച്ചൊരു പുഞ്ചിരി കൊടുത്തിട്ട് ദേവു ഇറങ്ങി. അവൾ ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. വന്ന് വാതിൽ തുറന്ന ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. പിന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അമ്മ,
ഇതെപ്പോ വന്ന്? എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാ? ദേവകി പറഞ്ഞു. പിറകെ കിച്ചണിൽ നിന്ന് ശ്രീയും അവന് പിറകെ അജുവും വന്നു. ഹ, അജുവേട്ടനുണ്ടായിരുന്നോ? ഇതെപ്പോ എത്തി? ഞങ്ങൾ ഉച്ച കഴിഞ്ഞു ഇങ്ങെത്തിയപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അജു പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. മോള് വേഗം കുളിച്ച് റെഡിയായി വാ, അമ്മ ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയും അജുവേട്ടനും മാത്രമേ വന്നുള്ളൂ? ഇല്ല, ബാക്കിയുള്ളവരൊക്കെ പാർട്ടിക്ക് നേരമാകുമ്പോൾ ഹോട്ടലിലെത്തും. അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി. ദേവ് കുളിച്ചിട്ട് വന്നു. ബെഡിൽ തന്നെ അമ്മ കൊണ്ടുവന്ന ഡ്രസ്സ് വച്ചിട്ടുണ്ടായിരുന്നു. ദേവു അതണിഞ്ഞു. നന്നായിട്ടൊരുങ്ങി പുറത്തേക്ക് വന്ന അവളെ കണ്ട് ദേവകി അടുത്തെത്തി നെറുകിൽ തലോടി. അപ്പോഴാണ് മുറി തുറന്നു വന്ന ശ്രീയെ അവൾ കണ്ടത്. ശ്രീയെ കണ്ട് ഒരു നിമിഷം അവൾ പൊട്ടിച്ചിരിച്ചു. ഇതെന്താ, പാടത്ത് വെക്കണ കോലോ? കോലം നിന്റെ അച്ഛൻ. ഡാ! ദേവകിയുടെ വിളി കേട്ടപ്പോഴാണ് അവൻ അമ്മ നിൽക്കുന്നവരെ ഓർത്തത്. സോറി അമ്മ, നമ്മുടെ അച്ഛനെയല്ല, വേറെ അച്ഛനെയാ. വേറെ അച്ഛനോ? തൽക്കാലം അടി കിട്ടാതെ ശ്രീ രക്ഷപ്പെട്ടു. 6 മണി കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിലേക്ക് ഇറങ്ങി. അജുവാണ് കാറ് ഡ്രൈവ് ചെയ്തത്. 1.5 മണിക്കൂറോടെ എത്തി. അവർ അവിടെ ചെല്ലുമ്പോൾ മണിമയരുത്തുകാർ എല്ലാവരും ഹാജരുണ്ടായിരുന്നു. അശ്വിനും രേണുകയും ഒഴിച്ച്, അവരുടെ കുഞ്ഞുമൊഴിച്ച്. അത് കണ്ട് അവൾ തിരക്കി. രേണു ചേച്ചിയൊക്കെ എന്തേ അമ്മ? അവർ ഇന്ന് രാവിലെ പോയി മോളെ, അച്ചുവിന് അവിടെ എന്തോ ആവശ്യമെന്ന്. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും നിരഞ്ജനും എത്തി. അവനും വീട്ടുകാരും ഭയങ്കര കളിയും ചിരിയുമൊക്കെ ആയിരുന്നു. ഒടുവിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. അക്കൂട്ടത്തിൽ വരുണും നന്ദനും ഒക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങി ദേവും ശ്രീയും ക്ഷീണിച്ചു. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് നിരഞ്ജനെ അവൾ കണ്ടത്. വീട്ടിൽ നിന്നാണോ വരുന്നേ? നിരഞ്ജൻ അതേ എന്ന് തലയാട്ടി. നല്ല ആളാ, എന്നിട്ട് താരുവിനെ കൂടെ കൊണ്ടുവന്നില്ലല്ലോ. താരുവോ? അതാരാ? നിതാര മാം. താൻ വിളിച്ചില്ലേ അവളെ? അയ്യോ, ഞാൻ മറന്നു. ദേവ് വേഗം ഫോണെടുത്ത് താരു എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിൽ വിളിച്ചു. റിങ് പോകുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുത്തില്ല. എടുക്കുന്നില്ല മാഷേ. നിരഞ്ജൻ പുഞ്ചിരിച്ചു. എടോ, തനിക്ക് ഗിഫ്റ്റ് വേണ്ടേ? അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ നോക്കി. നിരഞ്ജൻ പുഞ്ചിരിയോടെ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു ബോക്സ് എടുത്ത് ദേവുവിൻ്റെ കയ്യിലേക്ക് നീട്ടി കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൾ കയ്യിലേക്ക് നോക്കി. ഒരു റോസ് ഗോൾഡ് മാലയായിരുന്നു അത്. ദേവുവിൻ്റെ കണ്ണുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തു. അവൾ പുഞ്ചിരിച്ചു. എന്നാൽ ദേവുവിൻ്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ. ദേവു പതിയെ അത് കഴുത്തിലേക്കിട്ടു. അത് അവനും ആഗ്രഹിച്ചിരുന്നു. നിരഞ്ജൻ അവളെ നോക്കി കണ്ണ് ചിമ്മി. അവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോയത്. ദേവുവിന് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പോരുമ്പോൾ രാത്രി നേരം ഇരുട്ടിയിരുന്നു. നിരഞ്ജൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. എന്നാൽ കാറിൽ കയറും മുൻപ് ദേവു അവൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പതിയെ നിരഞ്ജൻ്റെ കൈക്ക് മുകളിലൂടെ പിടിച്ച് പതുക്കെ പറഞ്ഞു, താങ്ക് യു. അവനും പുഞ്ചിരിച്ചു. നിരഞ്ജൻ കാറിൽ കയറി പോകും വരെ അവൾ നോക്കി നിന്നു. എല്ലാവരും പോയി. ദേവുവും ശ്രീയും ഫ്ലാറ്റിലെത്തി. ദേവു നിതാരയെ വീണ്ടും വിളിച്ചു നോക്കി. നോ ആൻസറിങ്. അതേസമയം എവിടെയോ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അബോധ ലോകത്തേക്ക് മയങ്ങുകയായിരുന്നു താരു. തുടരും.